ഹായ് ഹലോ. ഇന്ന് അസ്കറിലുള്ള മലയാളി സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു ഈവനിങ് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാവരും കൂടി ഫ്രീ ആകുന്ന ഒരു ദിവസം നമ്മൾ ഈവനിങ് ഒന്ന് പുറത്തു പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാനിങ് സക്സസ് ആയ ദിവസമാണ് ഇന്ന്. ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി. ശരിക്കും ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ടുപോയി കഴിക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ് ഉണ്ട്. പക്ഷേ എവിടാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി കയറിയതിന് ശേഷമാണ് ഞങ്ങൾ എവിടെ പോകണം എന്നൊരു തീരുമാനം എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ബീച്ചിലേക്ക് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ സൽമാൻ സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഫുൾ നെയിം സൽമാൻ സിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നതെന്നല്ല പറയുന്നത്, സൽമാൻ സിറ്റി എന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ വന്നു. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസാണ്. എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഇവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആദ്യം തന്നെ ഒരു പ്ലേസ് സെറ്റ് ചെയ്തു. അവിടെ ചെന്ന് ആ സ്ഥലത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കാരണം നമുക്ക് അധിക സമയം ഇവിടെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വന്ന പാടെ തന്നെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും വെള്ളത്തിൽ കളിയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഒരാഗ്രഹം തോന്നി അന്താക്ഷരി കളിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 2 ടീമായിട്ട് തിരിഞ്ഞ് അന്താക്ഷരിയൊക്കെ കളിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകണം. അതിന് നമുക്ക് തിരിച്ചിറങ്ങിയതിന് ശേഷം ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറി അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അല്പം ഡാൻസും പാട്ടുമൊക്കെ ആകാം. അങ്ങനെ നമ്മുടെ ഡാൻസും പാട്ടും മേളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോയി അടിച്ച് പൊളിച്ചതിലും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തത് ബസ്സിലായിരുന്നു. ശരിക്കും നമ്മുടെ ഫ്രണ്ടിലും സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന വണ്ടികളുണ്ടല്ലോ, അതിൽ പലരും നമ്മളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് നാട്ടിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എൻജോയ് ചെയ്യില്ലേ, അതേ എഫക്റ്റായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്തപ്പോഴും. ഇവിടെ അതേ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എല്ലാവരും ഒരേ ഇതിലുള്ളവരായതുകൊണ്ടാട്ടോ ഇങ്ങനൊരു അടിച്ചു പൊളിക്കാനുള്ളൊരു ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരേ വട്ടുകളാണ് എല്ലാവർക്കും ഉള്ളത്. അടുത്തത് കേൾക്കുന്നത് ഒരു ഐഡൻറ്റിറ്റി സോങ് ആണ്. ഈ സോങ് പാടുമ്പോൾ ഇതിലുള്ള 2 വ്യക്തികൾ എപ്പോഴും ഈ പാട്ട് മാത്രമേ എവിടെയും പാടൂ എന്ന് തീർത്തും തീരുമാനിച്ചിരിക്കുന്ന 2 വ്യക്തികളാണ്. ഇവരെ എടുത്തു കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ അവരെ എടുത്തു കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സായാഹ്നം. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ശരിക്കും ബീച്ചിൽ എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞങ്ങളും വണ്ടിയിലായിരുന്നു എൻജോയ് ചെയ്തത്. ബസ്സിൽ ശരിക്കും ഞങ്ങൾ അടിച്ചു പൊളിച്ചിരുന്നു. ശരിക്കും വീട്ടിലെത്തണമെന്നുള്ള ഓരോ ആഗ്രഹവും ഈ വണ്ടിയിലുള്ള ഒരാൾക്ക് പോലും ഇല്ലായിരുന്നു. ആ വണ്ടി ഒന്നും കൂടി ഒന്ന് കറങ്ങി വരുമോ എന്ന് വരെ ചോദിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി. അപ്പോൾ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.